വെൽക്കം ടു ഡേ 175 ഡേയ്സ് ഓഫ് ചലഞ്ച്. അപ്പോൾ ഇന്ന് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 AM ഇതൊരു ഫ്രൈഡേ നൈറ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ സ്കൂളില്ല, ബട്ട് ഏതോ ഒരു വർക്ക് അന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ആത്മാർത്ഥമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 12:05 AM ആയി. മക്കളാരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ജസ്റ്റ് എന്നെയും കാത്തിരിക്കുവാണ്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഏകദേശം ഒരു 8 AM ഒക്കെ ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇത് ദോശമാവും പിന്നെ ഫ്രോസൺ പൊറാട്ടയാണ്. ദോശ എനിക്കും ഹസ്ബൻഡിനും, ഫ്രോസൺ പൊറോട്ട മക്കൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇന്നുമില്ല, വല്ലപ്പോഴും കൊടുക്കുന്നതാണ്. ഇത് വൈറ്റമിൻ സി ടാബ്ലറ്റ് ഇട്ട് എനിക്ക് ഈ പ്രോസസ്സ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുത്തതാണ്. പിന്നെ എന്നും ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇത് കുടിക്കാനൊന്നും സമയം കിട്ടാറില്ല. എനിക്ക് തോന്നുന്നു സാറ്റർഡേ മാത്രം നടക്കുന്നൊരു പ്രോഗ്രാമാണിത്. സാറ്റർഡേ എല്ലാ സാറ്റർഡേയും പറ്റാറില്ല, പക്ഷെ ചില സാറ്റർഡേ മാത്രം റിലാക്സ് ചെയ്ത് മക്കളൊക്കെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാം. പിന്നെ ഒരു ബുക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ അനീഫ് അദാനി മാർക്കോ ഡയറക്ടറാണ്, ആളെ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് പോയി. അത് കഴിഞ്ഞ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. സാമ്പാറും സോസേജ് ഫ്രൈയും പിന്നെ സാലഡും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. ചോക്ലേറ്റ് എണ്ണ എടുത്ത് വയ്ക്കുവാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന് തന്നെ തീർക്കും. എണ്ണ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 ദിവസം ഇരിക്കും. അപ്പോൾ നമ്മൾ മറന്നാലും മക്കൾ മറക്കൂല. അപ്പോൾ അതൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ ഈവനിങ് ഒരു ചായ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചായ കുടിച്ചു. പിന്നെ മക്കളെ കുറച്ച് നേരം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഏകദേശം ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് തുണി ഇടേണ്ട കാര്യം ഓർമ്മ വരുന്നത് പുറത്ത്. അപ്പോൾ അതൊക്കെ ഇട്ടും. പിന്നെ ചൂട് കുറഞ്ഞ് വരുന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇട്ട തുണിയൊക്കെ ഞാൻ തന്നെ, ഉണങ്ങിയ തുണിയൊക്കെ ഞാൻ തന്നെ മടക്കി വെക്കണം. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. മക്കളൊക്കെ ഫുഡ് ഓൾറെഡി കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ TV ഒക്കെ ഓഫ് ചെയ്തപ്പോൾ പിന്നെ മക്കളിലെ കലാകാരന്മാർ പുറത്ത് വരും. TV ഓഫ് ചെയ്താൽ മാത്രം. പക്ഷെ നമ്മൾ കൂടെ ഇരിക്കണം, അവർ പറയുന്നതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഇരിക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.